ലോകം ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. ഈ മാറ്റം നമ്മൾ കാണാതെ പോകരുത്. ലാറ്റിൻ അമേരിക്കയിലെ കർഷകനായാലും അമേരിക്കയിലെ IT ജീവനക്കാരനായാലും ഇന്ത്യയിലെ തൊഴിലാളിയായാലും അവരുടെ പോരാട്ടം ഒന്നു തന്നെയാണ്: നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. മാർച്ച് അവസാന വാരം നടന്ന ലോകത്തിലെ മാറ്റങ്ങളാണ് തോട്ട്സ് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. 2026 മാർച്ച് മാസം വിടവാങ്ങുമ്പോൾ ലോക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചരിത്രം എപ്പോഴും ആവർത്തിക്കാറുണ്ട്, പക്ഷെ ഇത്തവണ അത് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. മാർച്ച് 28 നമ്മൾ കണ്ടത് ലോകം ഞെട്ടിയ പ്രക്ഷോഭമാണ്. നോക്കിങ്സ് എന്ന പേരിൽ വാഷിംഗ്ടൺ DC മുതൽ കാലിഫോർണിയ വരെ ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. എന്തായിരുന്നു ഇതിന് പിന്നിൽ? ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന ക്രൂരമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ സാധാരണക്കാരന്റെ നട്ടല്ലൊടിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. ഇത് കേവലം ഒരു പ്രതിഷേധമല്ല, മറിച്ച് അമേരിക്കൻ വർക്കിംഗ് ക്ലാസ് തങ്ങളുടെ അവകാശങ്ങൾക്കായി ഇടതുപക്ഷ ചേരിയിലേക്ക് അടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നോക്കിങ്സ്. ഒരാളും ഇവിടെ രാജാവല്ലെന്ന അമേരിക്കൻ ജനതയുടെ ഉറച്ച പ്രഖ്യാപനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഭരണകാലത്തെ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കെതിരെ രൂപം കൊണ്ട ഈ മഹാപ്രസ്ഥാനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ജനാധിപത്യം എന്നാൽ ഒരാളുടെയും ഇച്ഛയല്ല, മറിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദമാണെന്ന് ഈ പ്രസ്ഥാനം വിളിച്ചു പറയുന്നു. എന്താണ് ഈ നോക്കിങ്സ് പ്രതിഷേധം? ട്രംപ് ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് രീതികൾക്കും കുടിയേറ്റക്കാർക്കും എതിരായ ക്രൂരമായ നടപടികൾക്കും ഇറാൻ യുദ്ധഭീഷണിക്കും എതിരായുള്ള വൻമതിലാണ് ഈ സമരം. 2026 മാർച്ച് 28 നടന്ന 3ാം ഘട്ട സമരം നോക്കിങ്സ് 3 അമേരിക്കയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. ഏകദേശം 80 ലക്ഷത്തിലധികം ആളുകളാണ് അന്ന് തെരുവിലിറങ്ങിയത്. ഇത് വെറും ഒരു പ്രതിഷേധമല്ല, ഒരു വിപ്ലവമാണ്. നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പ്രതിഷേധങ്ങൾ ഇന്ന് ട്രംപിന്റെ ഉറച്ച കോട്ടകളായ ഗ്രാമീണ മേഖലകളിലേക്കും പടർന്നിരിക്കുന്നു. പോലീസിൽ ഫെഡറൽ ഏജന്റുകളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട റെനെഗോട്ട്, അലക്സ് പ്രെറ്റി എന്നിവരുടെ രക്തസാക്ഷിത്വം ഈ പോരാട്ടത്തിന് കത്തുന്ന കനലിന്റെ കരുത്ത് നൽകി. ഇതിന്റെ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്നത് സജീവമായ ഇടതുപക്ഷ കൂട്ടായ്മകളാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമന വിഭാഗങ്ങളും സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളും ലേബർ യൂണിയനുകളും കൈകോർക്കുമ്പോൾ അമേരിക്കൻ തൊഴിലാളി വർഗത്തിന്റെ വലിയൊരു ഐക്യം ഇതിൽ കാണാം. സെനറ്റോ ബ്രെനിറ്റാസിന്റെ പോലെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം ഈ മുന്നേറ്റത്തിന് വലിയ രാഷ്ട്രീയമാനം നൽകുന്നു. ഭരണകൂടത്തിന്റെ നിലപാട് വിമർശനാത്മകമായി പറയുമ്പോൾ ഭരണകൂടം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? വൈറ്റ് ഹൗസ് ഇതിനെ വിശേഷിപ്പിച്ചത് അമേരിക്കയെ വെറുക്കപ്പെടുന്നവരുടെ റാലി എന്നാണ്. സമരക്കാരെ രാജ്യവിരുദ്ധരെന്നും വിദേശ ശക്തികളുടെ കളിപ്പാവുകളെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നു. പലയിടങ്ങളിലും സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ കണ്ണീർവാതകവും ലാത്തിച്ചാർജവും പ്രയോഗിച്ചു. പക്ഷെ തോക്കുകൾക്കും ലാത്തികൾക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഈ പ്രക്ഷോഭം തെളിയിക്കുന്നു. ഈ പോരാട്ടം അമേരിക്കയെ മാത്രം ഒതുങ്ങുന്നില്ല. ലണ്ടനിലും റോമിലും സിഡ്നിയിലും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലക്ഷങ്ങൾ അണിനിരക്കുന്നു. പല രാജ്യങ്ങളിലും സ്വേച്ഛാധിപതികൾ വേണ്ട എന്ന മുദ്രാവാക്യവുമായി ഇത് പരിണമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ലാറ്റിൻ അമേരിക്കയിലേക്ക് പോകാം. ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ മാർച്ച് അവസാന വാരം വലിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. കൊളംബിയയിൽ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൂപരിഷ്കരണ നടപടികൾക്ക് വലിയ ജനപിന്തുണയാണ് ഈ ആഴ്ച ലഭിച്ചത്. വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും സാധാരണ കർഷകർ തെരുവിലിറങ്ങി തങ്ങളുടെ നേതാവിനെ കാവൽ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെറുവിൽ ഇടതുപക്ഷ പാർട്ടികൾ കൈകോർത്ത് കഴിഞ്ഞു. സാമ്രാജ്യത്വ ഉപരോധങ്ങളെ അതിജീവിച്ച് വെനിസ്വേല നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഈ ആഴ്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ ഐക്യദാർഢ്യം ലഭിച്ചിരിക്കുന്നു. ഏഷ്യയിലേക്ക് വരുമ്പോൾ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ പാർട്ടികൾ പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും നടത്തിയ സമരം വരും നാളുകളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കുമെന്നത് ഉറപ്പാണ്. അമേരിക്കയിലെ തെരുവുകളിൽ നോക്കിങ്സ് മുഴങ്ങുമ്പോൾ അതേ ആവേശത്തോടെയും കരുത്തോടെയും ഇന്ത്യയിലും ഒരു ജനത ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾക്കൊടുവിൽ 2026 മാർച്ച് 24 ഡൽഹിയിലെ ചരിത്ര പ്രധാനമായ രാംലീല മൈതാനി ഒരു ചുവപ്പൻ കടലായി മാറി. ഇത് കേവലം ഒരു റാലി ആയിരുന്നില്ല, മറിച്ച് ഭരണകൂടത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായുള്ള ഇന്ത്യയുടെ ജൻ ആക്രോശമായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഈ മഹാമുന്നേറ്റം പെട്ടെന്നുണ്ടായ ഒന്നല്ല.
ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ജൻ ആക്രോശ് ജാഥ ജനമനസ്സുകളെ ഇളക്കിമറിച്ചു. തെരുവു നാടകങ്ങളിലൂടെയും വിപ്ലവ ഗാനങ്ങളുടെയും സാധാരണക്കാരോട് സംബന്ധിച്ച് പാവപ്പെട്ടവന്റെ ശബ്ദം ഡൽഹിയുടെ സ്ഥിരാകാന്തികളിൽ എത്തിക്കാൻ ഈ ക്യാമ്പയിന് സാധിച്ചു. എന്തായിരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ? എന്തിനായിരുന്നു ഈ പ്രതിഷേധം? ഇതിന്റെ കാതൽ സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന നയങ്ങളോടുള്ള വിയോജിപ്പായിരുന്നു. തൊഴിലാളികളെ അടിമകളാക്കുന്ന 4 പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി MGNREGയെ ശക്തിപ്പെടുത്തുക, ആപ്പിൾ കർഷകർ അടക്കമുള്ളവർക്ക് ന്യായമായ താങ്ങുവില ഉറപ്പുവരുത്തുക, വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണം ഇല്ലാതാക്കുക, സ്മാർട്ട് മീറ്ററുകൾ നിർത്തലാക്കുക, ഏറ്റവും പ്രധാനമായി പാചകവാതത്തിന്റെയും ഇന്ധനത്തിന്റെയും അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക, ഇന്ത്യൻ കർഷകരെയും ചെറുകിട വ്യാപാരികളെയും തിറക്കുന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ റദ്ദാക്കണമെന്ന ആവശ്യവും ഈ ജാഥയിൽ ഉയർന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഈ സമരത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഒരു വശത്ത് അമേരിക്കയിൽ ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ജനങ്ങൾ പൊരുതുന്നു, മറുവശത്ത് ഇന്ത്യയിൽ കോർപ്പറേറ്റ് പീഡനത്തിനെതിരെ അധ്വാനിക്കുന്ന ജനവിഭാഗം അണിനിരക്കുന്നു. അമേരിക്കയുടെ ഇറാൻ യുദ്ധത്തോടുള്ള നയങ്ങളും ഇത് വളരെ പ്രാധാന്യപ്പെട്ട സമരങ്ങളായി ഒരേ ചരടിൽ കോർത്തിണക്കുന്നു. ആഗോളതലത്തിൽ ഇടതുപക്ഷ സംഘടനകൾ ഈ 2 പോരാട്ടങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുതലാളിത്തത്തിന്റെ ലോകക്രമത്തിനെതിരെ ലോകത്തിന്റെ 2 ഭാഗങ്ങളിൽ ഒരേ സമയം ഉണർന്നു വന്ന ഈ സമരങ്ങൾ വരാനിരിക്കുന്ന മുന്നേറ്റങ്ങൾക്ക് വലിയൊരു സൂചനയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് 2026 ഈ മാറ്റങ്ങൾ ഇത്ര പ്രകടമാകുന്നത്. അതിന്റെ ഉത്തരം ലളിതമാണ്. സമ്പത്ത് കുറച്ചു പേരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ, ഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിൽ തള്ളുവീഴുമ്പോൾ അവർ സ്വാഭാവികമായും ബദലന്വേഷിക്കും. മുതലാളിത്തം പരാജയപ്പെട്ടിടത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. പരിസ്ഥിതി നാശം, വംശീയത, ലിംഗവിവേചനം എന്നിവയ്ക്കെതിരെ പോരാടാൻ പുതിയ ഒരു യുവതലമുറ രംഗത്ത് വരുന്നു. ഈ അധികാരം ജനങ്ങളുടേതാണ്. അത് പിടിച്ചെടുക്കാൻ അവർ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ലാറ്റിൻ അമേരിക്കയിലെ കർഷകരായാലും അമേരിക്കയിലെ IT ജീവനക്കാരനായാലും ഇന്ത്യയിലെ തൊഴിലാളിയായാലും അവരുടെ പോരാട്ടം ഒന്നു തന്നെയാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. 2026 മാർച്ച് അവസാന വാരത്തിലെ ഈ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ വരാനിരിക്കുന്ന വലിയ വിപ്ലവങ്ങളുടെ തുടക്കം മാത്രമാണ്.